കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 22 ശ്ലോകം നമ്മൾ 14 വരെ ചെയ്തു. അതെന്താണ് കുറച്ച് കഴിഞ്ഞ 2-3 ശ്ലോകങ്ങൾ പറഞ്ഞു വെച്ചാൽ ഈ ഗുണങ്ങൾ കൂടിക്കലരുമ്പോൾ ഉണ്ടാകുന്നതാണ് ആ കാലം എന്ന് പറഞ്ഞു. അതായത് കാലം ഭഗവാന് സൃഷ്ടിക്കാറായി എന്ന് തോന്നണ ആ കാലം വരുമ്പോൾ ഭഗവാൻ ഈ കോസ്മിക് എനർജിന്നോ അല്ലെങ്കിൽ ആ പ്രാണൻ നൽകൂലോ മായയ്ക്ക്. അപ്പോൾ പുരുഷൻ, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പിന്നെ തന്മാത്രകൾ 5, 4, 9 എന്ന് ഒരു കൂട്ടർ പറയണു അല്ലേ. ഇനി എങ്ങനെയാണ് 20 എന്ന് വെച്ചിട്ട് പറയണമെന്നും 28 എന്ന് ഭഗവാൻ പറയാൻ എന്താ കാരണം എന്നും ഒക്കെയാണ് ഇനി അടുത്തതിൽ പറയണം കേട്ടോ. അപ്പം നമുക്ക് 15 വായിക്കാം. 15 വായിക്കാം കേട്ടോ. ഇനി 11 എന്ന് പറയണത് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ 9 അല്ലേ നമ്മൾ പറഞ്ഞത്. 9 എന്താണ്? പുരുഷൻ, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, 5 തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധം, സട്ടിൽ എലിമെൻറ്റ്സ് മാത്രം കേട്ടോ. പഞ്ചഭൂതങ്ങൾ എടുത്തിട്ടില്ല, പഞ്ചതന്മാത്രകൾ. അപ്പം 4, 5, 9 പറഞ്ഞു. ഇനി 15 ശ്രോത്രം ത്വദ്ദർശനം ഘ്രാണോ ജിഹ്വേദി ജ്ഞാനശക്തയ വാക്പാണ്യുപസ്ഥപായുഅംഘ്രിഹി കർമാണ്യംഗോ ഭയം മന. ഇനി 11 തത്വങ്ങളെ അധികം ഈ പറഞ്ഞ 9 പുറമെ 11 കൂടി പറയുകയാണ്. അതെന്താ വെച്ചാൽ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും. അതാണ് കേട്ടോ അതിൽ പറയാൻ പോണ. അംഗ ഹേ ഉദ്ധവ. ശ്രോത്രം ത്വക്ക് ദർശനം, അതായത് ചെവി, നമ്മുടെ തോല സ്പർശത്തിന് കണ്ണ്. പിന്നെയോ ഘ്രാണഹ ജിഹ്വ ഇതി, മൂക്ക്, നാവ്. അപ്പം 5 എണ്ണയില്ലേ. അതായത് ചെവി, ത്വക്ക്, ചെവി, ത്വക്ക്, കണ്ണ്, മൂക്ക്, നാവ്. അപ്പം 5 എണ്ണം എന്താ? ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനശക്ത 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇനി കർമ്മേന്ദ്രിയങ്ങൾ പറയും. വാക് പാണ്യുപസ്ഥപായു അംഘ്രി. എന്തൊക്കെ? വാക്ക്, കയ്യ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻ, പായു പറഞ്ഞ എന്താണ് എക്സ്ക്രീറ്ററി ഓർഗൻ, അംഘ്രി പറഞ്ഞ കാല്. അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളാണല്ലോ ഉള്ളത് അല്ലേ. വാക്ക്, കയ്യ്, കാല്, പിന്നെയോ ഈ ജനനേന്ദ്രിയം, അത്, പിന്നെ നമ്മുടെ ഈ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയണം വിസർജനേന്ദ്രിയവും. അങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ അല്ലേ. വാക്ക്, കയ്യ്, കാല്, ജനനേന്ദ്രിയം, വിസർജനേന്ദ്രിയം. അപ്പോൾ പിന്നെ ഇനി ഒന്നും കൂടി ഇപ്പം 5, 5, 10 ആയില്ലോ. 5 ജ്ഞാനേന്ദ്രിയം, 5 പിന്നെ കർമ്മേന്ദ്രിയവും. ഇനി ഒന്നും കൂടി ഉണ്ട് 11. എന്താ അറിയോ? മനസ്സ്. കർമാണി 5 കർമ്മേന്ദ്രിയങ്ങളാണ് ഈ പറഞ്ഞത്. പിന്നെ ഉഭയം, മനസ്സ്. ഇങ്ങനെ 11 തത്വം. അപ്പോൾ അതായത് വാക്കിൻ്റെയും 5 കർമ്മേന്ദ്രിയങ്ങളും ഉഭയസാധാരണമായിട്ടുള്ള മനസ്സും എന്ന് പറഞ്ഞു. അപ്പോൾ 11 ഇനി മുമ്പ് പറഞ്ഞ 5 എണ്ണം ആദ്യം പറയണം, തന്മാത്രകളെ. അപ്പോൾ 11 ഇത്. പിന്നെ ഇനി 5 ശബ്ദസ്പർശോ രസോ, അല്ല അതൊന്നുകൂടി വായിക്കാം. ശ്രോത്രം ത്വക് ദർശനം ഘ്രാണോ ജിഹ്വേദി ജ്ഞാനശക്തയ വാക്പാണ്യുപസ്ഥപായു അംഘ്രിഹി കർമാണ്യംഗോ ഭയം മനഃ. ഇനി 11 എണ്ണം ഈ എന്താണ്? 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്. അപ്പോൾ 10 ആയില്ലോ. 5, 5, 10, 11 ആയില്ലേ. ഇനി ശബ്ദസ്പർശോ രസോ ഗന്ധോ രൂപം ചേത്യർത്ഥജാതയ ഗത്യുക്തു സർഗശില്പാനി കർമായതന സിദ്ധയാ. 16 എന്താണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, 5 തന്മാത്രകൾ. അർത്ഥജതയാ 5 മഹാഭൂതങ്ങൾ. പിന്നെ ഏത്? പിന്നെ പഞ്ചഭൂതങ്ങളും, ആകാശം, വായു, പിന്നെ അഗ്നി, ജലം, ഭൂമി അല്ലേ. ഗത്യുക്തുത്സർഗശില്പാനി. പിന്നെയോ
നടക്കൽ, വർത്തമാനം പറയൽ, വിസർജനം, അങ്ങനത്തെ കർമ്മേന്ദ്രിയങ്ങളുടെ ഫലസിദ്ധയ ഫലങ്ങൾ. അതായത് ഇപ്പം എന്താ അതിൽ പറയണ വെച്ചാൽ പിന്നെ ഇപ്പം 5 തത്വങ്ങൾ സ്ഥൂലമായിട്ട്, അതായത് 5 ഈ ശബ്ദസ്പർശ രൂപ രസഗന്ധം സൂക്ഷ്മമായിട്ടുള്ളതാണല്ലോ. അതിൻ്റെ സ്ഥൂലമായിട്ടുള്ളതാണ് ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും അല്ലേ. അപ്പോൾ പിന്നെ ഗതി പിന്നെ ഇതിൽ പറയണ്ടല്ലോ അല്ലേ, ഗതി വർത്തമാനം പറയല, ഭാഷണം, പിന്നെ മൂത്രവും മലമൊക്കെ വിസർജനം, പിന്നെ കൈകൊണ്ട് കാണിക്കുന്ന എന്തും എന്നിവ കർമ്മേന്ദ്രിയങ്ങളുടെ. അല്ലാതെ അത് ആ ചെയ്യണ കാര്യം വേറെ തത്വമല്ല എന്ന് പറയണം. ഇനി ആദ്യം പറയണം, നമുക്ക് അവസാനം അവർ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ പറയുള്ളൂ ഇതിൽ. ഇങ്ങനെ തത്വങ്ങൾ 25, 26, 28 ഇങ്ങനെയൊക്കെ പറയും. എന്താ വെച്ചാൽ അതാണ് പറയണം ഇനി. അപ്പോൾ ശബ്ദസ്പർശോ രസോ ഗന്ധോ രൂപം ചേത്യർത്ഥജാതയ ഗത്യുക്തു സർഗശില്പാനി കർമായതനസിദ്ധയാ. ഇനി സർഗാദൗ പ്രകൃതിർഹ്യസ്യ കാര്യകാരണരൂപിണി സത്വാദിഭിർഗുണൈർധത്തെ പുരുഷോ വ്യക്ത ഈക്ഷതേ. കാര്യകാരണരൂപിണി, അതായത് കാര്യങ്ങളായ 16 വികാരരൂപിയും കാരണങ്ങളായ 7 മഹദാനിരൂപിയുമായ പ്രകൃതി അസ്യ ഈ പ്രപഞ്ചത്തിൻ്റെ സ്വർഗാദൗ സൃഷ്ടിയുടെ ആരംഭത്തിൽ, അതായത് 16-23 അല്ലേ, അതെ, സത്വാദിപി സത്വം മുതലായ ഗുണങ്ങളാൽ ധത്തെ സുജിത്തം സൃഷ്ടിക്കപ്പെടുന്നു അതായത് പുരുഷനാണെങ്കിൽ അവ്യക്തഹി, അതായത് വളരെ വ്യക്തമല്ലാതെ ഈക്ഷതെ നോക്കിക്കൊണ്ടിരിക്കുന്നു, വെറും സാക്ഷി മാത്രം. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഈ കാര്യവും കാരണവും, കാര്യം ചാൽ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി, കാരണം ചാൽ മായ, കാരണം ചാൽ പുരുഷൻ അല്ലേ. തൻ്റെ ഗുണങ്ങളായിട്ടുള്ള ഈ സത്വരജസ് ഗുണങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഈ സൃഷ്ടി മുഴുവൻ ആ മായയിലത്തെ സത്വരജസ് തമോ ഗുണങ്ങളിൽ നിന്നാണ് തുടങ്ങണതേ. അപ്പോൾ ഈ പുരുഷന് ഇതൊന്നും എഫക്റ്റ് ചെയ്യണില്ല, വെറും സാക്ഷി മാത്രമായിട്ട് കണ്ടു നിൽക്കണമെന്ന്. ഈക്ഷത അവ്യക്ത പുരുഷ ഈക്ഷത. അവ്യക്തം എന്ന് പറഞ്ഞാൽ അപ്പം അതൊന്നും ബാധിക്കാതെ മറഞ്ഞിരുന്നു കൊണ്ട് ഇതിനെ മുഴുവൻ വീക്ഷിക്കുന്നു. അതുകൊണ്ട് പുരുഷൻ ഭിന്നൻ തന്നെയാണ്. പുരുഷൻ പ്രകൃതിയിൽ നിന്ന് ഭിന്നനാണ്. പുരുഷനെ പ്രകൃതിയിൽ കൂട്ടേ വയ്യ. ബാക്കിയൊക്കെ പ്രകൃതിയാണ്, പുരുഷൻ മാത്രം വേറെ അല്ലേ. എല്ലാറ്റിൻ്റെയും എന്തായിട്ട് സാക്ഷിയായിട്ട് പുരുഷൻ മാത്രം. നമുക്ക് കുറച്ചുകൂടിയും കഴിഞ്ഞിട്ട് അത് തിരിച്ച് അതിലേക്ക് തന്നെ വരും കേട്ടോ. സർഗാദൗ പ്രകൃതിർഹ്യസ്യ കാര്യകാരണരൂപിണി സത്വാദിഭിർഗുണൈർധത്തെ പുരുഷോ വ്യക്ത ഈക്ഷത്തെ. ഇനി പിന്നെ വ്യക്താദയോ വികുർവാണ ധാതവ പുരുഷേക്ഷയ ലബ്ധവീര്യാ സൃജന്ത്യണ്ടം സംഹതാഹ പ്രകൃതിർബലാത്. വ്യക്താദയ പ്രകൃതിയിൽ നിന്നുണ്ടായ ഈ ആദ്യ മഹത്തത്വമല്ലേ ഉണ്ടാവുക. ഈ ഗുണങ്ങൾ മായ ക്ഷോഭിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി ക്ഷോഭിക്കുമ്പോൾ ഗുണങ്ങൾ പിന്നെ ക്ഷോഭിക്കുമ്പോൾ മഹത്വത്വം വേർതിരിയുന്ന നമ്മൾ കണ്ടുല്ലോ അല്ലേ, പാൽ വെണ്ണ പോലെ. പുരുഷേക്ഷയ പുരുഷൻ്റെ ദൃഷ്ടിയാൽ ലബ്ധവീര്യ, അതായത് ഈ പുരുഷൻ ഈക്ഷണം, അതായത് എനർജി കൊടുക്കുകയാണല്ലോ ചെയ്യണത് അല്ലേ. ഈക്ഷണം നടത്തുമ്പോഴാണല്ലോ ഈ മായയ്ക്ക് ശക്തി കിട്ടുന്നത്. അതുവരെ മായ ഗുണങ്ങളൊക്കെ സാമ്യാവസ്ഥയിൽ മിണ്ടാതിരിക്കുകയാണ്. അപ്പം ആ ഈ എനർജി കിട്ടുമ്പോഴാണ് മായ ക്ഷോഭിക്കണത്. വീര്യം സിദ്ധിച്ച് അതാണ് ക്ഷോഭിക്കണത്. സംഹത ഒന്നു ചേർന്നവയായി, വികുർവാണ വികാരം പ്രാപിച്ചവകളായി, പ്രകൃതേഹേ ബലാത് പ്രകൃതിയുടെ ബലം കൊണ്ട്, അതായത് മായയുടെ ശക്തി കൊണ്ട് അണ്ടം ബ്രഹ്മാണ്ടത്തിനെ സൃജന്തി സൃഷ്ടിക്കുന്നു. അത് നമ്മൾ സൃഷ്ടിയിൽ കണ്ടുല്ലോ അല്ലേ. ആദ്യം ഭഗവാൻ ഈക്ഷണം ചെയ്യും, തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മായയെ നോക്കും. അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും.
ആജിറ്റേറ്റഡ് ആവും മായ. അതിൽ നിന്ന് മഹത്തത്വം വേർപിരിയും തൈരിൽ നിന്നെന്ന പോലെ. ആ മഹത്വത്തിൽ നിന്ന് അഹംബോധം ഉണ്ടാവും. അഹംബോധം വെച്ചാൽ ഞാൻ, ഐ എക്സിസ്റ്റ് എന്ന് മാത്രം കേട്ടോ. അത് കഴിഞ്ഞ് അഹങ്കാരം ഉണ്ടാവും, ഞാൻ, എൻ്റെ, അഹന്തയും മമതയുള്ളത്. എന്നിട്ട് ആ അഹങ്കാരം മൂന്നായി പിരിയും. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. അത് കഴിഞ്ഞ് സാത്വികാഹങ്കാരത്തിൽ നിന്ന് അധിഷ്ഠാന ദേവതകൾ 14 അന്ധക്കരണം ഉണ്ടാവും. രാജസാഹങ്കാരത്തിൽ നിന്ന് കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും ഉണ്ടാവും. താമസാഹങ്കാരത്തിൽ നിന്ന് ആദ്യം തന്മാത്രകളുണ്ടാവും, പിന്നെ പഞ്ചഭൂതങ്ങളുണ്ടാവും. പിന്നെ ഇതെല്ലാറ്റിനെയും കൂട്ടി, അതും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ആ പരമപുരുഷൻ്റെ ശക്തിയും മായയിലത്തെ ശക്തിയും ഉപയോഗിച്ച്, അല്ലെങ്കിൽ പരമപുരുഷൻ്റെ ശക്തിയായിട്ടുള്ള മായനെ ഉപയോഗിച്ചെന്ന് പറയാം. അത് ബ്രഹ്മാണ്ടം സൃഷ്ടിക്കപ്പെടുന്നു. പിന്നെയാണ് ബ്രഹ്മാണ്ടത്തിനെ 14 ആക്കണമെന്നൊക്കെ അല്ലേ, എന്നിട്ട് വിരാട് സ്വരൂപനായി നിൽക്കുന്നത്. ബ്രഹ്മാണ്ടം സൃഷ്ടിക്കണവരെയാണ് അതിൽ പറഞ്ഞത്. ബ്രഹ്മാണ്ടം അതായത് മഹത്വത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ബ്രഹ്മാണ്ടം വരെ ഉണ്ടാവണത്. വ്യക്താദയോ വികുർവാണ ധാതവ പുരുഷക്ഷയ ലബ്ധവീ, അതൊക്കെ പുരുഷന് കിട്ടിയിട്ടുള്ള വീര്യം കൊണ്ടാണ് കേട്ടോ. ലബ്ധവീര്യ സൃജന്ത്യണ്ടം, അങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടത്തിനെ സൃഷ്ടിക്കണത്. സൃജന്തി പറഞ്ഞില്ലേ, സൃഷ്ടിക്കുന്നു. സംഹതാഹ പ്രകൃതിർബലാത്, പ്രകൃതിയുടെ ശക്തിയും കൂട്ട, മായയുടെ ശക്തിയും കൂട്ട. ഇനി 19 സപ്തൈവ ധാതവ ഇതി തന്ത്രാർത്ഥ പഞ്ചഖാദയ ജ്ഞാനമാത്മോഭയാധാരസ്തോ മഹേന്ദ്രിയാസവ. 19 ധാതവ തത്വങ്ങൾ. സപ്ത ഏവ ഇതി 7 എന്ന് തത്ര ആ മതത്തിങ്കൽ ഖാദയ ആകാശം മുതലായ പഞ്ച അർത്ഥ 5 പദാർത്ഥങ്ങളും, അതായത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ജ്ഞാനം ദൃഷ്ടാവായ ജീവനും ഉഭയാധാര ദൃഷ്ടാദൃശ്യം എന്ന് രണ്ടിനും ആധാരഭൂതനായ ആത്മാവും. അതായത് ആത്മാവ് ഈ ജീവനെയും കൂടിയും കാണുന്നുണ്ടല്ലോ. തഥാ ആ 7 തത്വങ്ങളിൽ നിന്നും ദേഹേന്ദ്രിയാസവഹ, ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ എന്നിവ ഉണ്ടാകുന്നു. ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ ഈ തന്മാത്രകൾ 5 അല്ലേ, 5 തന്മാത്ര. ഏത്? ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം. പിന്നെ അതൊക്കെ കാണുന്ന ജീവൻ, ഈ പ്രപഞ്ചത്തെ കാണുന്ന ജീവൻ. പിന്നെ ഈ പ്രപഞ്ചം കാണുന്ന ദൃശ്യങ്ങൾ. ഇതിന് ഈ ജീവനും പ്രപഞ്ചത്തിനും കാരണമായ ആത്മാവ്. അതുകൊണ്ട് ചിലർ ഇതിനെ 7 എന്ന് പറയുന്നു. എന്താ? 5 തന്മാത്രകളും ജീവനും, അതെ, അതന്നെ 5 തന്മാത്രകൾ, ജീവൻ, പിന്നെ ആത്മാവ്. അപ്പോൾ 7 ചിലർ പറയും. പിന്നെയോ ഈ 7 നിന്നാണ് പിന്നെ മറ്റ് ഇന്ദ്രിയങ്ങളും പ്രാണങ്ങളും ഒക്കെ ഉണ്ടാവണതെന്നാണ് പറയണത്. അതായത് ആദ്യം ഇതിനെയാണ് പറയണത്. ഏത്? 5 തന്മാത്രകളും ജീവനും പരമാത്മാവും. പിന്നെ അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ ബാക്കിയുള്ളതിനൊന്നും ഇങ്ങനെ പറയണവരെ ബാക്കിയുള്ളതിനൊന്നും എണ്ണണില്ല. അപ്പോൾ പലതരത്തിലാവാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, പിന്നെ 7 പറഞ്ഞു, പിന്നെ 11 നമുക്ക് 11, പിന്നെ ആദ്യം പറഞ്ഞ 9, അപ്പോൾ 20 പറയാം ഇല്ലേ. പിന്നെ ഈ പഞ്ചഭൂതങ്ങളെ കൂട്ടിയാൽ 25. ആദ്യം 9, പിന്നെ 11 പറഞ്ഞു, പിന്നെ പഞ്ചഭൂതങ്ങളെ കൂട്ടിയാൽ 11, 9, 20, 25, 25. പിന്നെ 3 ഗുണങ്ങളുണ്ടല്ലോ, സത്വരജസ്തമോ ഗുണങ്ങളെ മായയിലത്തെ, അതും കൂട്ടിയാൽ 28. അങ്ങനെയാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും പഞ്ചമഹാഭൂതങ്ങളും മനസ്സും ചേർന്നിട്ടാണ് 16 എന്ന് പറയണത്. മഹത്തത്വവും അഹങ്കാരവും പഞ്ചതന്മാത്രകളും മാത്രം ചേർന്നാൽ 7 എന്ന് പറയാം. അപ്പം പുരുഷൻ്റെ സാന്നിധ്യത്തിലാണ് പ്രകൃതി ഇതൊക്കെ സൃഷ്ടിക്കണത്.
പുരുഷൻ സാക്ഷിയായിട്ട് നോക്കി നിൽക്കണു, എനർജിയും കൊടുക്കണ്ട, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ പ്രകൃതിയാണ്. അങ്ങനെയാണ് ഇതെല്ലാം കഴിഞ്ഞ് ബ്രഹ്മാണ്ടം ഉണ്ടാവണത്. അപ്പോൾ ഈ അഖണ്ഡബോധരൂപനായിട്ടുള്ള ആത്മാവിൽ ഈ ദ്രഷ്ടാവായിട്ടുള്ള ജീവനും ഈ ജഡമായിട്ടുള്ള പ്രപഞ്ചമാകുന്ന ദൃശ്യവും ഉണ്ട് എന്ന് തോന്നുകയാണ്. അതായത് ശരിക്കില്ല. ഈ മായയുടെ ശക്തി കൊണ്ട് മായ നമ്മളെ ഭ്രമിപ്പിക്കുകയാണ്. ശരിക്കും അഖണ്ഡബോധരൂപേ ഉള്ളൂ. പക്ഷേ ആ അഖണ്ഡബോധരൂപനായ ആത്മാവിൽ നിന്ന് വേറെയായിട്ട് ഈ ജീവനെ തോന്നിക്കുകയാണ്. ശരിക്കും ആ ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ്. അപ്പം എന്താ ഇതിൽ പറഞ്ഞാൽ വെച്ചാൽ ആ അഖണ്ഡബോധരൂപനായ ആ ആത്മാവിൽ ഈ ദ്രഷ്ടാവായിട്ടുള്ള ജീവനും അതിനെ ഈ ജീവൻ ഏതിനെ കാണുന്ന പ്രപഞ്ചത്തിന് ദൃശ്യമായിട്ടുള്ള പ്രപഞ്ചവും ഉണ്ടെന്ന് തോന്നിക്കുകയാണ് മായ. അങ്ങനെ ആത്മാവ്, ജീവൻ, പഞ്ചമഹാഭൂതങ്ങൾ. അപ്പം ഇതൊന്നുമില്ല. ആത്മാവ്, ജീവൻ, ഈ ദൃശ്യപ്രപഞ്ചത്തിനെ കാണുന്നു. അങ്ങനെ 7 എണ്ണവും എന്നും പറയാം. അപ്പോൾ ഈ 28 തത്വം മുമ്പ് പറഞ്ഞതൊക്കെ ഈ 7 എണ്ണത്തിൽ തന്നെ ഉള്ളതാണെന്ന് പറയാമെന്ന് പറയാണ്. അപ്പം പലതരത്തിൽ എന്നെ പറയാമെന്നുള്ളതിന് ഒരു ഇത് എക്സ്പ്ലനേഷൻ തരികയാണ്. ഇനി ചത്വാര്യേവേദി തത്ര നമ്മളേതാ 19 ചെയ്തല്ലേ? അതെ. സപ്തൈവ ധാതവ ഇതി തന്ത്രാർത്ഥ പഞ്ചഘാതയ ജ്ഞാനമാത്മോഭയാധാരസ്തോ ദേഹേന്ദ്രിയാസവ. ഇനി 20 വായിക്കാം. ഇതിൽ ഇപ്പം ഈ പറഞ്ഞതാണ് കേട്ടോ. ഇനി പറയാനും കൂടിയും പോണതാ ശരിക്കും. ഷഡിത്യത്രാഭിഭൂതാനി പഞ്ചഷഷ്ഠപരപ്പുമാൻ തൈര്യുക്ത ആത്മസംഭൂതൈ സൃഷ്ട്വേദം സമുപാവിശദ്. ഷഡ് ഇതി തത്വങ്ങൾ 6 എന്ന പക്ഷത്തിലും, ഭൂതാനി മഹാഭൂതങ്ങൾ 5 ഷഷ്ഠ 6ാമത്തേതായ പരമാത്മാവും, അതായത് മഹാഭൂതങ്ങളും പരമാത്മാവും, ആത്മസംഭൂതൈ അതിൽ നിന്നുണ്ടായ തൈ യുക്തൈഹി ആ ഭൂതങ്ങളോട് കൂടിയവരായിട്ട് ഇതം സൃഷ്ടുവ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് സമുപാവിശദ് അതിനുള്ളിൽ പ്രവേശനായി. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. എല്ലാം ഈ മഹത്വത്വം അഹങ്കാരത്തിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ട് ബ്രഹ്മാണ്ടം ഉണ്ടായി. പക്ഷേ ഈ മായ കാരണം ശരിക്കും ആത്മാവിൽ തന്നെയാണ് ജീവാത്മാവ് എങ്കിലും ആത്മാവിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ദൃശ്യപ്രപഞ്ചത്തിനെ കാണുന്ന ഒരു ദ്രഷ്ടാവായിട്ട് ജീവൻ മാറി നിൽക്കുകയാണ് മായ കാരണം. അങ്ങനെ തോന്നിക്കുകയാണ് മായ. ഇനി ഷഡിത്യത്രാഭിഭൂതാനി പഞ്ചഷഷ്ഠപരപ്പുമാൻ തൈർയുക്ത ആത്മസംഭൂതൈ സൃഷ്ട്വേദം സമുപാവിശദ്. അതായത് ഈ ഒരു ഇതിൽ എന്താ പറഞ്ഞാൽ 6 തത്വങ്ങൾ ആണെങ്കിൽ 5 ഭൂതങ്ങളും 5 പഞ്ചഭൂതങ്ങളും, അതായത് ആകാശം, വായു, അതും പരമാത്മാവും. അങ്ങനെ ചിലർ പറയും. കാരണം ആ പഞ്ചഭൂതങ്ങളൊക്കെ മുമ്പ് ഉണ്ടായെന്ന് പറയേണ്ട ആവശ്യമില്ല. വെച്ചിട്ട് പഞ്ചഭൂതങ്ങളല്ലേ കാണുന്നത്. പഞ്ചഭൂതം നിർമ്മിതമാണല്ലോ ഈ കാണുന്ന ലോകം. അപ്പം അതും ആത്മാവും, സാക്ഷിമാത്രമായ ആത്മാവും, അങ്ങനെ ചിലർ പറയും. ഈ പക്ഷത്തിൽ അപ്പം ഇതിലെന്താ വെച്ചാൽ പരമാത്മാവ് അവനവനിൽ നിന്നുണ്ടായ ഈ പഞ്ചഭൂതങ്ങളോടുകൂടി ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് അതിലിങ്ങനെ ചൈതന്യമായി വർത്തിക്കുകയാണ്. അതായത് ഭഗവാൻ അല്ലെങ്കിൽ ആ പരമാത്മാവിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നത്. എന്നിട്ട് പരമാത്മാവ് പ്രപഞ്ചത്തിന് ചൈതന്യമായി വർത്തിക്കുന്നു. അപ്പോൾ 6 ഉള്ളൂ എന്ന് പറയാം. പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ദൃശ്യവും അതിനെ സാക്ഷി മാത്രമായി നോക്കി നിന്ന് ചൈതന്യമായി, സാക്ഷി മാത്രമായിട്ട് നോക്കി നിൽക്കുക മാത്രമല്ല, ചൈതന്യമായി വർത്തിക്കുന്ന സാക്ഷിയായ പരമാത്മാവും. അപ്പം 6 ഉള്ളൂ എന്ന് പറയാം. ചത്വാര്യേവേദി തത്രാപി തേജ ആപോന്നമാത്മന ജാതാനി തൈരിതം ജാതം ജന്മാവയവിന ഖലു. 21. ചത്വാരി ഏവ തത്വങ്ങൾ 4 മാത്രമേ ഇതി തത്ര അഭി എന്ന ആ പക്ഷത്തിലും തേജ തേജസ്, ആപ ജലം, അന്നം ഭൂമി, പിന്നെ ആത്മാവിൽ നിന്നും ജാതാനി ഉണ്ടായി. പഞ്ചഭൂതങ്ങളൊക്കെ ആത്മാവിൽ നിന്നുണ്ടായതാണ്. അൾട്ടിമേറ്റ്ലി അതിന് മുമ്പ് കുറവുണ്ട്. മഹത്വത്വം അഹങ്കാരമൊക്കെ ഉണ്ടത് പറയാതെ അവസാനം ആത്മാവിൽ നിന്നുണ്ടായതാ പറയാലോ. ഒക്കെ ആത്മാവിൽ നിന്നല്ലേ.
അവയവിനഹ അവയവിയായ, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഇതം ജന്മ, ഈ ഉൽപ്പത്തി തൈഹി ജാതം ഖലു, തേജസ് മുതലായ 4 പദാർത്ഥങ്ങളാലാണ് ഉണ്ടായത്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ പറയണ വെച്ചാൽ 3 പറയുന്നുള്ളൂ. അഗ്നി, ജലം, പൃഥ്വി, പിന്നെ ആ പരമപുരുഷനായിട്ടുള്ള ആത്മാവും. അത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ അല്ലേ. അതായത് 4 തത്വം എന്ന് ചിലർ പറയും. ചാൽ ഏതൊക്കെയാണ് 4? അഗ്നി അല്ലെങ്കിൽ തേജസ്, ജലം, പൃഥ്വി, അങ്ങനെ ആത്മാവിൽ നിന്നുണ്ടായ 3, പിന്നെ ആത്മാവും. മറ്റേതിൽ പഞ്ചഭൂതവും ആത്മാവും എന്ന് പറഞ്ഞു 6. ഇതിൽ ആകാശത്തിനെയും പഞ്ചഭൂതങ്ങളിൽ 3 എടുക്കുന്നുള്ളൂ. വായുവിനെയും ആകാശത്തിനെ എടുക്കണില്ല. അഗ്നിയും ജലത്തിനെയും ഭൂമി എടുക്കുള്ളൂ. അത് എഴുതുന്നുണ്ടായത് ആത്മാവുന്ന, അത് 3 ആത്മാവും 4. മറ്റത് പഞ്ചഭൂതങ്ങളെ മുഴുവൻ എടുത്തു, അതും ആത്മാവും 6 എന്നെടുത്തു. ഇതിൽ ആകാശത്തിനെയും വായുവിനെ എടുത്തിട്ടും കൂടിയില്ല. ചിലത് അങ്ങനെ പറയുന്ന, അങ്ങനെയും പറയേണ്ട 4 തത്വങ്ങൾ കൊണ്ടാണെന്ന്. ചത്വാര്യേവേദി തത്രാപി തേജ. അതപ്പോൾ എങ്ങനെ ആര് നോക്കണു, എങ്ങനെ അതിനെ എണ്ണണു എന്നനുസരിച്ചിരിക്കുന്ന പ്രൂവ് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതനുസരിച്ചിട്ട് എല്ലാം ശരിയാണ്, ഓരോരുത്തർ ഓരോ നിലയ്ക്ക് കാണുമെന്ന് പറഞ്ഞില്ലേ, അതിനൊരു എക്സ്പ്ലനേഷനാണ്. ചത്വാര്യേവേദി തത്രാപി തേജ ആപോന്നമാത്മന ജാതാനി തൈരിതം ജാതം ജന്മാവയവിന ഖലു സംഖ്യാനേ സപ്തദശകേ ഭൂതമാനേന്ദ്രിയാണി ച പഞ്ചപഞ്ചൈകമനസാ ആത്മാ സപ്തദശ സ്മൃതഃ. 22. സപ്തദശകേ 17 എന്ന് പറയുകയാണെങ്കിൽ സംഖ്യാതെ, സപ്തദശകേ സംഖ്യാതെ, തത്വങ്ങൾ 17 പക്ഷം ഉണ്ടല്ലോ. ആ പക്ഷത്തിൽ ഭൂതമാത്രേന്ദ്രിയാണി ച, മഹാഭൂതങ്ങളും തന്മാത്രകളും, അപ്പോൾ 10 ഇന്ദ്രിയങ്ങളും. അപ്പോൾ പഞ്ചപഞ്ച, അതായത് 20 ഏകമനസ, മനസ്സൊന്നും ആയിട്ട് ആത്മാ സപ്തദശ 17 സ്മൃത പറയപ്പെട്ടിരിക്കുന്നു. ഈ 17 പറയുമ്പോൾ എന്താ വെച്ചാൽ തത്വങ്ങൾ 17 ചിലർ പറയും. അവരെന്താ വെച്ചാൽ ഭൂതങ്ങൾ 5, തന്മാത്രകൾ 5, അപ്പോൾ 10. അപ്പോൾ ജ്ഞാനേന്ദ്രിയത്തിനെ മാത്രമേ അവർ കൂട്ടുന്നുള്ളൂ. ജ്ഞാനേന്ദ്രിയം 5, 15 പിന്നെ മനസ്സ്, കർമ്മേന്ദ്രിയം കൂട്ടുന്നില്ല, ആത്മാവും, അപ്പോൾ 17 അല്ലേ. നോക്കി നോക്കൂ, ഈ പക്ഷത്തിൽ 17 എന്നുള്ള പക്ഷത്തിലാണെങ്കിൽ എന്താ, ചിലതൊക്കെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർ അവനവന് ഇഷ്ടമുള്ളത് മാത്രം കൂട്ടുക. കർമ്മേന്ദ്രിയങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ലല്ലോ, ജ്ഞാനേന്ദ്രിയങ്ങളോളം നല്ല പ്രാധാന്യം ഉണ്ട് കേട്ടോ. എന്നാലും ഇവരെങ്ങനെ എടുക്കണം വെച്ചാൽ പഞ്ചഭൂതങ്ങൾ, അതായത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അത് 5. പിന്നെ തന്മാത്രകൾ ശബ്ദസ്പർശ രൂപരസഗന്ധം, അപ്പോൾ 10. പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അപ്പോൾ 15. പിന്നെ മനസ്സ് 16. പിന്നെ ആത്മാവ്, പരമാത്മാവ് 17. അങ്ങനെയാണ് 17 കണക്കാക്കണത്. അപ്പോൾ നമ്മൾക്ക് എല്ലാം പറഞ്ഞു തരണം. 3 കണക്കാക്കല്ല. 6 എങ്ങനെയാണ് പഞ്ചഭൂതങ്ങളും ആത്മാവും. 4 എങ്ങനെയാണ് പഞ്ചഭൂതങ്ങൾക്ക് 3 എടുത്തിട്ട് അതും ആത്മാവും. പിന്നെ 14 പിന്നെ ഇപ്പോൾ ഇതിൽ 17 എങ്ങനെയാണ് പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ജ്ഞാനേന്ദ്രിയവും മനസ്സും ആത്മാവും. സംഖ്യാനേ സപ്തദശകേ ഭൂതമാനേന്ദ്രിയാണി ച പഞ്ചപഞ്ചൈകമനസാ ആത്മാ സപ്തദശ സ്മൃത തദ്വത് ഷോഡശ സംഖ്യാനേ ആത്മൈവ മന ഉച്യത്തെ ഭൂതേന്ദ്രിയാണി പഞ്ചൈവ മന ആത്മാ ത്രയോദശ. അപ്പം ഇതിലെന്താ പറയണേ, ഈ 23 തദ്വത്, അതുപോലെ തന്നെ ഷോഡശ സംഖ്യാതെ, ചിലർ 16 എന്നുള്ളൊരു പക്ഷമുണ്ട്. അതിലോ ആത്മാ ഏവ, ആത്മാ തന്നെയാണ് മനഃ ഉച്യത്തെ, മനസ്സിനെ ആത്മാവിനെയും വേറെ പറയുന്നില്ല. ഭൂതേന്ദ്രിയാണി, മഹാഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും, പഞ്ച ഏവ മനഃ മനസ്സൊന്ന്, ആത്മാ ജീവാത്മാ പരമാത്മാ എന്ന് 2 വിധമായിട്ടുള്ള ആത്മാ, ത്രയോദശ ആയതുകൊണ്ട് തത്വങ്ങൾ 13. അപ്പോൾ ഇത് വേറെ തരത്തിൽ പറയുകയാണ്. എന്താ അറിയോ, തത്വങ്ങൾ 16 എന്ന് പറയണത് എങ്ങനെയാ വെച്ചാൽ എങ്ങനെയാണ്, തത്വങ്ങൾ 13 എന്ന പക്ഷത്തിൽ 13 ഏതൊക്കെയാണ് പറയണത്, ഭൂതം, പഞ്ചഭൂതം,
പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ 10, മനസ്സ്, ജീവാത്മാ, പരമാത്മാ, അങ്ങനെ ആകെ 13. അതൊക്കെ വെറുതെ നമുക്ക് വായിച്ചു പോവേണ്ടു, കാരണം ഓരോരുത്തരും ഓരോ തരത്തിൽ പറയണമെന്ന് പറയാം. തദ്വത് ഷോഡശസംഖ്യാനി ആത്മൈവ മന ഉച്യതേ ഭൂതേന്ദ്രിയാണി പഞ്ച ഇവ മന ആത്മാ ത്രയോദശ. ഇനി ഏകാദശ, അതായത് അതാണ് പറയണമെങ്കിൽ മതിട്ടോ, അയ്യോ ഇവിടെ നിർത്താം, നമുക്ക് 23 നിർത്താം, പിന്നെ സമയമായി. ഇപ്പോൾ ഇതിലെന്താ പറഞ്ഞ 16 എങ്ങനെ പറയണു, 13 എങ്ങനെ പറയണു, ഇതൊക്കെയാണ് 3 പലതരത്തിൽ. ഇനി 11 എങ്ങനെ പറയണു എന്നൊക്കെയാണ്. ഇനി കുറച്ചും കൂടി ഇതിങ്ങനെ പറയേണ്ടത് നമുക്ക് വായിച്ചു പോകാം അടുത്ത ദിവസം കേട്ടോ. അപ്പോൾ നമ്മുടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.